സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. ഈ സൂപ്പർ കപ്പ്, ഡ്യൂറൻ കപ്പ് തുടങ്ങിയ ടൂർണമെന്റൊക്കെ ബ്ലാസ്റ്റേഴ്സ് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ടൈപ്പ് ടൂർണമെന്റ്സ് ആണ്. അതിൽ വിൻ ചെയ്യുക, ട്രോഫി അടിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു ദുരാഗ്രഹവും ബ്ലാസ്റ്റേഴ്സിന് ഇല്ല. നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മാച്ചിൽ 1-4 ഗോളുകൾക്കാണ് സൂപ്പർ കപ്പിലെ ലാസ്റ്റ് മാച്ച് പരാജയപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഈ ഒരു മാച്ചിൽ വിജയിച്ചതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനോ നോർത്ത് ഈസ്റ്റിനോ യാതൊരു ഗുണവും ഇല്ല. സൂപ്പർ കപ്പിലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഒരു തരത്തിലും ഈ ഒരു മാച്ചിലെ വിജയം ബ്ലാസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു പ്രാക്ടീസ് മാച്ച് പോലെ പരമാവധി യങ് പ്ലേയേഴ്സിന് ഈ പറഞ്ഞ പോലെ അവസരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് രണ്ട് ടീമുകളും ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ISL ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമിന്റെ പെർഫോമൻസ് ആണ് സൂപ്പർ കപ്പിൽ ഇത്രയും മോശമായിട്ട് പോകുന്നത്. അത് മാത്രമല്ല പ്രശ്നം, ഈ ഒരു പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമ്മുടെ ലൂണ പോയി കഴിഞ്ഞപ്പോൾ ലൂണയ്ക്ക് പകരം 11 പേരും ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു വർക്ക് റേറ്റും ആ ഒരു മെന്റാലിറ്റി വെച്ച് കളിച്ചിട്ടാണ് കഴിഞ്ഞ 3 മാച്ചുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാധനം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സാധനം, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മെന്റാലിറ്റി നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ടീമിന്റെ സോൾ അല്ലെങ്കിൽ ടീമിന്റെ ആ ഒരു മെയിൻ സാധനം ഇല്ലാതെയായി എന്ന് പറയാം. ഷില്ലോങ് ലജോങ്ങിനെ പഞ്ഞിക്കിട്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി 2 ISL ടീമുകൾക്കെതിരെയും വളരെ മോശം തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടുള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡ്യൂറൻ കപ്പ്, സൂപ്പർ കപ്പ് തുടങ്ങിയ കോമ്പറ്റീഷൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു തവണ മറ്റോ ക്വാർട്ടർ ഫൈനൽ വരെ ഡ്യൂറൻ കപ്പിലോ മറ്റോ എത്തിയിട്ടുണ്ട്. അതും റിസോർട്ട് ടീമിനെ വെച്ച് കളിച്ചിട്ടാണ്, മെയിൻ ടീമിനെ വെച്ച് കളിച്ചിട്ടല്ല. മെയിൻ ടീമിനെ വെച്ച് കളിച്ച് ഒരു ടൂർണമെന്റിലും ആ ഒരു പ്ലേ ഓഫ് കടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഈ സൂപ്പർ കപ്പും ഈ ഡ്യൂറൻ കപ്പൊക്കെ മറ്റ് ടീമുകൾക്ക് വിട്ടുകൊടുത്ത് വിശാല മനസ്കനായ ആശാൻ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഗ്രൗണ്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യങ് പ്ലേയേഴ്സിന് കുറച്ച് അവസരം കിട്ടിയതിൽ കുറച്ച് സ്പാർക്ക് തോന്നിച്ച പ്ലേയേഴ്സിൽ ഒരാൾ യോഹിംബയാണ്. യോഹിംബ ISLലും അദ്ദേഹത്തിനൊരു അവസരം കുറച്ച് സമയം കിട്ടിയപ്പോൾ നമുക്ക് ഇതേ സെയിം ഫീലിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു വലിയ എറേസോ, ഈ പറഞ്ഞ പോലെ ഒരു യങ് പ്ലെയർ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റ് യങ് പ്ലേയേഴ്സിനെ പോലെ തന്നെ ഹസർ ആണെങ്കിലും എയ്മൻ ആണെങ്കിലും വിപിൻ ആണെങ്കിലും അവരിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഡീസൻ്റ് ആയിട്ട് യോഹിംബയും ആ മാച്ചുകളിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോഴും സെയിം ഒപ്പീനിയൻ തന്നെയാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ ഈ ഒരു മാച്ചിൽ യോഹിംബക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു യങ് പ്ലെയർ നിഹാലാണ്. ഇതേപോലെ തന്നെ ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നിഹാൽ തിരിച്ചെത്തുന്നത്. അദ്ദേഹവും നമ്മൾ ത്രൂ ഔട്ട് ദ മാച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ് ഫാക്ടർ, അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റി വൈസ് ഉണ്ടായിരുന്ന ഒരു കാര്യം മറ്റ് പ്ലേയേഴ്സിൽ ഞാൻ കണ്ടിരുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് വൈസ് വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ റൺസ് നടത്തുമ്പോഴാണെങ്കിലും ബോൾ വിൻ ചെയ്യുമ്പോഴാണെങ്കിലും ആ ബോളുമായിട്ട് റൺ ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ എന്താണോ മറ്റ് പ്ലേയേഴ്സിൽ നിന്നും മിസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് ഈ നിഹാലിൽ കാണാൻ സാധിച്ചു. ആൻഡ് പെർഫോമൻസ് വൈസ് വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു യങ് പ്ലെയർ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ആ ഒരു മെന്റാലിറ്റി വൈസ് ആയിട്ടുള്ള കാര്യം കണ്ടതുകൊണ്ട് നിഹാലിന്റെ പെർഫോമൻസും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ദിമിത്രിയോസിന്റെ ആ ഒരു ഗോൾ ശരിക്കും വളരെ 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 അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ദിമിത്രിയോസ്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ഏക ഗോൾ നേടുന്നതും ദിമിത്രിയോസ് ആണ്. ആൻഡ് ആ ഗോളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാത്രം അധ്വാനമാണ്, അദ്ദേഹം സോളോ എഫേർട്ടിലൂടെ നേടുന്ന ഒരു ഗോളാണ്. ആൻഡ് അവിടെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ, ഈ പറഞ്ഞ പോലെ ഒരു സോളോ എഫേർട്ട് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും ഗുണമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്ര നാൾ ഇദ്ദേഹത്തെ കീപ്പ് ചെയ്യാൻ സാധിക്കുമോ അത്രയും നാൾ നമുക്ക് കീപ്പ് ചെയ്താൽ ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ ചില വീക്ക്നെസ്സുകളും മിസ്സുകളും മിസ്റ്റേക്സുകളും ഓവർ ഫ്രസ്ട്രേഷൻ ഒക്കെ ഈ ഒരു മാച്ചിൽ കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ ഫ്രണ്ടിൽ ഒരു സ്ട്രൈക്കർ എന്താണോ ചെയ്യേണ്ടത് അതിൽ ആ ഗോൾ കൊണ്ടുവരാൻ ദിമിത്രിയോസിന് സാധിക്കുന്നുണ്ട്. പിന്നെ ദേസുകയുടെ പെർഫോമൻസും വലിയ പ്രശ്നങ്ങളില്ലാതെ 90 മിനിറ്റ്സ് വരെ ഒന്നും നീണ്ടു നിന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ദേസുകയുടെ പെർഫോമൻസും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി പ്ലേയേഴ്സ് വിട്ടുപോയതാണെങ്കിൽ ക്ഷമിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു മാച്ച് അവസാനിക്കുമ്പോൾ ആ ഒരു ഫസ്ട്രേഷനിൽ നിൽക്കുമ്പോൾ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാക്കിയ പ്ലേയേഴ്സിനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവാൻ വുക്കമാനോവിച്ച് മാച്ചിന് ശേഷം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ മാക്സിമം ഇഞ്ചുറീസ് ഇല്ലാതെ ഒരു കോമ്പറ്റീഷൻ അവസാനിപ്പിക്കുക, അത് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. യങ് പ്ലേയേഴ്സിന് അത്യാവശ്യം അവസരം കൊടുക്കുക. സൂപ്പർ കപ്പിൽ ഉടനീളം ഈ പറഞ്ഞ പോലെ യങ് പ്ലേയേഴ്സിനും അതുപോലെ തന്നെ ISL പ്ലേയിങ് ടൈം കിട്ടാതിരുന്ന കുറച്ച് പ്ലേയേഴ്സിനും ആ ഒരു പ്ലേയിങ് ടൈം കൊടുക്കാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. വെറും 2 മാച്ച് തോറ്റപ്പോഴേക്കും ടീമിനെ കുറ്റം പറയുന്ന രീതിയിൽ ആരും ഇതിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുവരെയും അത്തരത്തിലൊരു മെന്റാലിറ്റിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു മെയിൻ ഡിഫറൻസ് ISL നിന്നും സൂപ്പർ കപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു പ്ലേയേഴ്സിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ടോട്ടലി ആ ഒരു ടീമിന് ഈ ഒരു കോമ്പറ്റീഷൻ ഒരു വെറുതെ ടൈം പാസിന് വേണ്ടി വന്ന് കളിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ഒരു രീതിയിൽ കളി പറയേണ്ടി വന്നിട്ടുള്ളത്. ആൻഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്താണെങ്കിലും കോച്ചിങ് സ്റ്റാഫുകളുടെ ഭാഗത്താണെങ്കിലും
ആ ഒരു ഇൻറ്റൻഷൻ, പ്രത്യേകിച്ച് ഈ മാച്ചിൽ പ്രത്യേകിച്ച് ആ ഒരു ഇൻറ്റൻഷൻ്റെ ആവശ്യമില്ല. എന്നാൽ പോലും ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം, ഈ ഒരു കോമ്പറ്റീഷനിലുടനീളം നമുക്ക് ആ ഒരു സാധനം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു നിരാശ കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോഴും പോസിറ്റീവായുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ, ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പ് എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് മറന്നു കളയുക. ISL എവിടെയാണോ നിർത്തിയത് ആ ഒരു 3 മാച്ചുകളുടെ വിജയം കൊണ്ട് നല്ല രീതിയിൽ ആ ഒരു 11 പ്ലേയേഴ്സും മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ ഒരു മുന്നേറ്റവും ഡിഫൻസും ബാലൻസോടെ കളിക്കുന്ന രീതിയിലാണ് ISL ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചത്. അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കേണ്ടതുണ്ട്. ഈ സൂപ്പർ കപ്പിലെ ഈ തോൽവികൾ അല്ലെങ്കിൽ ഇവിടുത്തെ മിസ്റ്റേക്സ് ഒരു തരത്തിലും ISL വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കരുത്. സൂപ്പർ കപ്പും ഡ്യൂറൻ കപ്പൊക്കെ വേറെ ടീമുകൾക്ക് കൊടുത്ത സ്ഥിതിക്ക് ISL ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കേണ്ടതുണ്ട്. സോ ആ ഒരു കാര്യം മാത്രമാണ് നമ്മളിനി ഉറ്റുനോക്കുന്നത്. സോ എന്തായാലും ഈ ഒരു ടൂർണമെൻറ്റ് അവസാനിക്കുമ്പോഴും ട്രോഫി പല ടീമുകളുടെയും കയ്യിലിരിക്കും എന്നൊരവസ്ഥ തന്നെയാണ്. എന്തായാലും അടുത്ത ടൂർണമെൻറ്റ് വരും, നമുക്ക് അതിൽ പിടിക്കാം. ഈ ഒരു മാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ഇതല്ലാതെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.